ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരുടെ പക്കലാണ് സമർപ്പിച്ചിരിക്കുന്നത്? യഹൂദൻ്റെ പക്കൽ. അവിശ്വാസത്താൽ നീക്കം വരാത്തത് എന്താണ്? ദൈവത്തിൻ്റെ വിശ്വസ്തത. സത്യവാൻ ആരാണ്? ദൈവം. പൗലോസ് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാണ് ചിലർ ദുഷിക്കുന്നത്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന്. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പൗലോസ് പറയുന്നു എന്ന് ദുഷിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്? ശിക്ഷാവിധി. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ എന്തിൻ്റെ കീഴാകുന്നു? പാപത്തിൻ്റെ. നന്മ ചെയ്യാത്തവരുടെ തൊണ്ട എന്താകുന്നു? തുറന്ന ശവക്കുഴി. നാവുകൊണ്ട് ചതിക്കുന്നതാരാണ്? നന്മ ചെയ്യാത്തവർ. നന്മ ചെയ്യാത്തവരുടെ അധരങ്ങൾക്ക് കീഴെ എന്താണ് ഉള്ളത്? സർപ്പവിഷം. ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നത് ആരുടെ വായിലാണ്? നന്മ ചെയ്യാത്തവരുടെ. നന്മ ചെയ്യാത്തവരുടെ കാൽ എന്തിനായിട്ടാണ് ബന്ധപ്പെടുന്നത്? രക്തം ചൊരിയാൻ. നന്മ ചെയ്യാത്തവരുടെ വഴികളിൽ എന്താണ് ഉള്ളത്? നാശവും അരിഷ്ടതയും. ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ലാത്തത് ആർക്കാണ്? നന്മ ചെയ്യാത്തവർക്ക്. ന്യായപ്രമാണം പറയുന്നതെല്ലാം ആരോടാണ് പ്രസ്താവിക്കുന്നത്? ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട്. ന്യായപ്രമാണത്തിൽ എന്തിൻ്റെ പരിജ്ഞാനമാണ് വരുന്നത്? പാപത്തിൻ്റെ. വിശ്വസിക്കുന്ന എല്ലാവർക്കും ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നതെന്താണ്? യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ദൈവനീതിയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതെന്താണ്? ന്യായപ്രമാണവും പ്രവാചകന്മാരും. ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നത് എന്ത് ചെയ്തതിനാലാണ്? പാപം ചെയ്തതിനാൽ. ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നത് എന്ത് മൂലമാണ്? ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം. വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുന്നതാരെയാണ്? യേശുക്രിസ്തുവിനെ. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് എന്ത് മൂലമാണ് പ്രായശ്ചിത്തമായത്? യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം. വിശ്വസിക്കുന്നവർക്ക് പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുയേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ നീതിയെ പ്രദർശിപ്പിക്കേണ്ടതിന്. ദൈവം നീതിമാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് എന്താണ് ചെയ്തത്? യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെടുന്നത് എന്തിനാലാണ്? വിശ്വാസത്താൽ. പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നതാരാണ്? ദൈവം. പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെയും ദൈവം നീതീകരിക്കുന്നത് എന്തിനാലാണ്? വിശ്വാസം മൂലം. ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നത് എന്തിനാലാണ്? വിശ്വാസം മൂലം. റോമർ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 31.